ഏത് മഹാന്റെയും ഭൂതകാലം അന്വേഷിച്ചാൽ അത് അത്ര നല്ലതല്ലാത്ത ഒരു ഭൂതകാലം ഉണ്ടാകാം. ഏത് പാപിക്കും ഒരു ഭാസുരമായ ഭാവി ഉണ്ടാവുകയും ചെയ്യാം. ഇത് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA വരുന്ന 15-ന് നിയമസഭ കൂടുമ്പോൾ അദ്ദേഹം എത്തുമോ? അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തെ പ്രതിപക്ഷം അവിടെ പ്രവേശിക്കാൻ അനുവദിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിൽ ഉയരുന്ന സമയമാണ്. നിയമസഭയ്ക്കകത്ത് സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ട് ജയിൽ ശിക്ഷ വരെ അനുഭവിച്ച ആളുകൾ പോലും MLA-മാരായി അവിടെ ഇരിക്കുന്നുണ്ട്. അതേ നിയമസഭയിലേക്ക് കടന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് സൈബർ ആക്രമണങ്ങളും വൻ പ്രതിഷേധങ്ങളും ഇടതുമുന്നണിയും BJP-യും സംഘടിപ്പിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ ഓർമ്മ വരുന്നത് മഹാന്മാരായ ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലാകെ പ്രസിദ്ധനായ MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായർ മലയാള ഭാഷയുടെ ആചാര്യനാണ്. അദ്ദേഹം മഹാനാണ്. അദ്ദേഹത്തെ വായിച്ചാണ് മലയാളം വളർന്നത്. MDക്ക് സമശീർഷനായ മറ്റൊരു എഴുത്തുകാരനില്ല. അങ്ങനെയെല്ലാം ആണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് MD ആദ്യ ഭാര്യ പ്രമീളയുമായി ഒന്നിച്ച് താമസിക്കുകയും ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്ന ആരോപണം പോലെ പ്രമീള ഗർഭിണിയാവുകയും ആ ഗർഭം അലസിപ്പിക്കണമെന്ന് MD പ്രമീളയോട് ആവശ്യപ്പെടുകയും അത് പ്രമീള നിരസിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. മഹാനായതുകൊണ്ടും എഴുത്തുകാരനായതുകൊണ്ടും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സാഹിത്യകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒന്നും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ കവി M. ഗോവിന്ദൻ്റെ വീട്ടിൽ MDയും പ്രമീളയും ഒന്നിച്ചെത്തുകയും അവിടെ വച്ച് M. ഗോവിന്ദൻ്റെ ഭാര്യ ഡോക്ടർ അവർ MDയുടെ ഈ നിലപാട് ശരിയല്ലെന്നും ആ കുട്ടിയെ നശിപ്പിക്കാൻ പാടില്ല, ആ കുഞ്ഞിനെ ഭ്രൂണഹത്യ നടത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ വച്ച് ഇവർ വേർപിരിയുന്നത്. അപ്പോൾ അതിലുണ്ടായ കുട്ടി ഇന്ന് അമേരിക്കയിൽ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ആ മകളെ MD പിന്നെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും ആദ്യ ഭാര്യയായ എഴുത്തുകാരിയായ കഥാകൃത്തായിരുന്ന പ്രമീളയെ അംഗീകരിച്ചതേയില്ല. ഇപ്പോൾ MDയുടെ മരണം സംഭവിച്ചപ്പോൾ പോലും പ്രമീളയുടെ പേർ പറയാൻ ആദ്യ ഭാര്യ പ്രമീളയായിരുന്നെന്നും അവർ പ്രശസ്തയായ കഥാകൃത്തായിരുന്നു എന്നും ഉള്ള കാര്യങ്ങൾ പലരും പറഞ്ഞില്ല. എന്തിന് പ്രമീളയുടെ മരണം സംഭവിച്ചപ്പോൾ പോലും MDയുടെ ഭാര്യയായിരുന്നു പ്രമീള എന്ന വിവരം നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ പോലും അച്ചടിച്ചില്ല. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, നമ്മുടെ ലോകപ്രശസ്തനായ ഓസ്കാർ വൈൽഡ് ലോകപ്രശസ്തനായ നാടകകൃത്തായിരുന്നു. അദ്ദേഹം പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ആളായിരുന്നു. എന്നുവെച്ച് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെയോ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുരംഗത്തായാലും സാഹിത്യരംഗത്തായാലും കലാരംഗത്തായാലും പ്രവർത്തിക്കുന്ന മഹാന്മാർ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വകാര്യമായ വിഷയങ്ങൾ, സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ള ഒരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയും
അതിൻ്റെ പേരിൽ ആളുകൾ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നത് തികച്ചും പുതിയ കാലത്ത് ന്യായീകരിക്കാവുന്ന ഒന്നല്ല. ഇപ്പോൾ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിദ്യാസമ്പന്നനാണ്, കാര്യപ്രാപ്തിയുള്ള ഒരാളാണ്. MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതാണ് വിലയിരുത്തപ്പെടേണ്ടത്. ജനങ്ങൾ സ്ഥാനാർത്ഥികൾ 3 പേർ മത്സരിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയെയും CPM സ്ഥാനാർത്ഥിയെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇയാളെ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ ജനങ്ങൾ അയാളിൽ അർപ്പിച്ച വിശ്വാസം ഒരു MLA എന്ന നിലയിലാണ്. ആ വിശ്വാസം അത് സംരക്ഷിക്കാൻ, അതിനോട് നീതി പുലർത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതല്ലാതെ അയാളുടെ വ്യക്തിബന്ധങ്ങളെ ചികഞ്ഞു നോക്കാനോ അയാളെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാനോ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് നമ്മുടെ ആധുനിക സമൂഹം ചിന്തിക്കേണ്ട കാലമാണ്. പിന്നെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തെക്കുറിച്ച് പോലെയുള്ള അവരുടെ സങ്കല്പങ്ങൾ വളരെ അസാധാരണമായ സങ്കല്പങ്ങളാണ് പുതിയ തലമുറയ്ക്ക്. ആണായാലും പെണ്ണായാലും വിവാഹം, കുട്ടികൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ പഴയകാല സങ്കല്പങ്ങളെ അവർ ഭൂരിപക്ഷം പേരും അംഗീകരിക്കാത്ത ഒരു കാലമാണ്. ലിവിങ് ടുഗദർ മാത്രം വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ഒരു കാലത്താണ് യുവതലമുറ. അപ്പോൾ നമ്മുടെ ആധുനിക കാലത്ത് യുവതലമുറ ആരോടൊപ്പം നിൽക്കും? നമ്മുടെ ആദർശങ്ങളും നമ്മുടെ സാമൂഹ്യ ബോധ്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന പഴയ തലമുറയോടൊപ്പം നിൽക്കുമോ? അതേ, അങ്ങനെയുള്ള ആദർശങ്ങൾ ഒന്നുമില്ലാതെ പ്രായോഗിക തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, പുതിയ കാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും മറ്റും ചെയ്യുന്ന യുവാക്കൾ അവരാരോടൊപ്പം നിൽക്കും? ഈ വിഷയവും നാം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന സംഭാഷണത്തിൻ്റെ പേരിൽ മാത്രം ഒരു പ്രത്യേക ഏജൻസി, ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷിക്കുകയും അങ്ങനെ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയും ചെയ്ത് ഒരാളിനെ പ്രതിയാക്കി അയാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി, അത് യഥാർത്ഥത്തിൽ പ്രാകൃതമാണ്. കാരണം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണെന്ന് അദ്ദേഹവുമായി ആ കുറ്റകൃത്യം പങ്കിട്ട പങ്കാളിയായ യുവതി പറയുകയാണെങ്കിൽ, പരാതി എഴുതി നൽകുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടും. ഇവിടെ അങ്ങനെ പോലും സംഭവിച്ചിട്ടില്ല. കാരണം ഒരു പരാതി പോലും ഇല്ലാതെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയത്. അപ്പോൾ MLA സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. അപ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ്. അപ്പോൾ തിങ്കളാഴ്ച നിയമസഭ സമ്മേളിക്കുമ്പോൾ രാഹുൽ അവിടെ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ നിലപാട്, അത് ഉറ്റുനോക്കുകയാണ് കേരളം. അതുപോലെ തന്നെ ഇതേ സമാനമായ കേസുകളിൽ ആരോപണ വിധേയരായ മന്ത്രി ഗണേഷ് കുമാർ, അതുപോലെ മുകേഷ്, നടൻ കൂടിയായ മുകേഷ്, പിന്നെ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ വിൻസെൻ്റ്, അങ്ങനെ തുടങ്ങി ഇരുഭാഗത്തും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ ഉണ്ട്. അപ്പോൾ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന വലിയ വെല്ലുവിളിയാണ് സ്പീക്കർ ഷംസീർ നേരിടുന്നത്.